നമ്മൾ ഈ 2026 വേൾഡ് കപ്പിൽ ഒരുപാട് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് എല്ലാ ടീമിൻ്റെയും രണ്ടാം റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കാറായി. ഒരു ഫാനിസം ഒക്കെ മാറ്റിവെച്ച് നമ്മൾ സംസാരിക്കുമ്പം ജപ്പാൻ എന്നുള്ളൊരു ടീമിൻ്റെ ഫുട്ബോൾ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോളാണെന്ന് നമുക്ക് സംസാരിക്കേണ്ടി വരും. നമ്മൾ ഒരുപാട് ബിഗ് നെയിംസ് ഒന്നുമില്ല, സോ കോൾഡ് സൂപ്പർ സ്റ്റാറുകളില്ല, വലിയൊരു കോച്ച് ടെക്നീഷ്യൻ ഒന്നും അവരുടെ കൂടെ ഇല്ല. പക്ഷെ അവരുടെ ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഭയങ്കര ഒരു എനർജി തരുന്ന, ഒരു സ്ലോ പേസ്ഡ് ആണെന്ന് വെച്ചാൽ അതല്ല, എന്നാൽ ഭയങ്കര സ്പീഡാണെന്ന് വെച്ചാൽ അതല്ല, ഒരു മീഡിയോക്കർ ലെവലിൽ എന്നാൽ ഫുട്ബോളിൻ്റെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊള്ളുന്നൊരു കളിയാണ് ഈ ജപ്പാൻ എന്നൊരു രാജ്യം. ബേസിക്കലി നമ്മളൊരു ഏഷ്യൻ കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ ഏഷ്യൻ ഫുട്ബോളിംഗ് കൾച്ചറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഒരു രീതിയിൽ കളിക്കുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? ജപ്പാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോജിക്കിനെ അട്ടിമറിക്കുന്ന ഒരു രാജ്യവുമാണ്, ഒരു ടീമുമാണ്. ശരിക്കും പറഞ്ഞാൽ പൊതുവെ ഏഷ്യൻ ടീമുകളൊക്കെ ഒരു ഡിഫെൻസീവായിട്ടാണ് കളിക്കാറില്ല, ഒരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റോട് കൂടി. പക്ഷേ ജപ്പാൻ വലിയ ടീമുകൾക്കെതിരെ കളിക്കുമ്പോഴും ഒഫൻസീവായിട്ടും അറ്റാക്ക് ചെയ്തിട്ടും റിലൻലെസ് സ്പേസിലാണ് കളിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ജപ്പാൻ, നമ്മളെപ്പോഴും ഈ ലോകകപ്പിന് വരുമ്പോൾ ജപ്പാനെ കുറിച്ച് പറയുന്നത് അവർക്ക് ഏരിയൽ ബോളുകൾ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ഹൈറ്റ് കുറവാണ് എന്നുള്ളത്. പക്ഷേ ജപ്പാൻ ഈ രണ്ട് കളികളിലും ഹെഡർ ഗോളുകൾ നേടി, അതും പിന്നെ അവരെക്കാളും ഫിസിക്കും ഹൈറ്റും ഉള്ള ടീമുകൾക്കെതിരെ. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം, അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ജപ്പാൻകാരുടെ പോരായ്മകളെക്കുറിച്ച് മറ്റുള്ളവർക്കാണ് ബോധ്യമുള്ളത്. ജപ്പാൻകാർ അവരുടെ പോരായ്മകളെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പോരായ്മ ഉണ്ട് എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവർക്കില്ല. അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവർ മറികടക്കുന്നത് അവരുടെ ഒരു ഏറ്റവും അവരുടെ രാജ്യത്തിൻ്റെയും അവരുടെ ടീമിൻ്റെയും ഒരു ക്വാളിറ്റി കൊണ്ടാണ്, കളക്ടിവിറ്റി. അതായത് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. പിന്നെ അത് നമുക്ക് പണ്ടേ അറിയാം, അവരുടെ ചരിത്രത്തിൽ തന്നെ അതുണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്ന് വലിയ ദുരന്തങ്ങളിൽ നിന്ന്, ആറ്റം ബോംബ് ദുരന്തത്തിൽ നിന്ന് അവർ പിടിച്ചു കയറിയത് അവളുടെ ഒരു കളക്റ്റീവായിട്ട് അതിന് തിരിച്ചു വരാനുള്ളൊരു ഒരു കളക്റ്റീവ് റെസിലിയൻസ് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ഒരുപക്ഷെ ഒരു ജപ്പാൻകാരനെ എണ്ണി ഓരോ ജപ്പാൻകാരനെ എടുത്താൽ ചിലപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാവരും അങ്ങനെ ഇമോഷണലി ഭയങ്കര നല്ല മെൻ്റൽ ടഫ്നെസ് ഉള്ളവരായിരിക്കില്ല. പക്ഷേ അവർ ഒന്നിച്ച് നിൽക്കുമ്പം അവരെ ഒരു പാക്കായിട്ട് നിൽക്കുമ്പോൾ അവരെ മറികടക്കാൻ പറ്റില്ല. അപ്പോൾ 1 for all for 1 എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പറയാണ്ട് വേറൊരു കാര്യം പറയാണ്ട് ദ സം ഈസ് ഗ്രേറ്റർ ദാൻ ദി പാർട്സ്, സം ഓഫ് ദി പാർട്സ് എന്ന് പറയാറുണ്ട്. ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ദി പാർട്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ശരിക്കും അന്വർത്ഥമാക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മെൻറ്റാലിറ്റിയാണ് അവരുടെ ഫുട്ബോളിലും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ജപ്പാൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതാണ് അവരുടെ ഒരു ഫുട്ബോൾ നമ്മൾ കാണുന്നത്. അപ്പം ലാസ്റ്റ് ഒരു 8 വേൾഡ് കപ്പ് എടുത്ത് 8 വേൾഡ് കപ്പ് പറഞ്ഞാൽ 32 വർഷമാണ്. ഈ 32 വർഷവും ലോകവേദിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് യോഗ്യത നേടുക എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു ക്വാളിറ്റി. എങ്ങനെയാണ് ശരിക്കും ബേസിക്കലി ഒരു ജപ്പാൻ്റെ ഒരു ഫുട്ബോളിൻ്റെ എവല്യൂഷൻ? ജപ്പാൻ ഞാൻ വായിച്ചെടുത്തോളം, നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ബേസ്ബോൾ അല്ലെങ്കിൽ സോഫ്റ്റ് ബോളൊക്കെ കളിക്കുന്ന, അതിൽ വളരെ പ്രാചീന കാലം മുതലേ കളിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഫുട്ബോൾ അവർക്കൊരു പുതിയൊരു ആർട്ട് ഫോം ആയിരുന്നു, അല്ലെങ്കിൽ പുതിയൊരു സ്പോർട്സ് ആയിരുന്നു. എങ്ങനെയാണ് ജപ്പാനിലൊരു ഫുട്ബോൾ ഗ്രോത്ത് വരുന്നത്? ജപ്പാനിൽ ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ്റെ ഫുട്ബോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഈ അടുത്ത കാലത്തുണ്ടായി എന്ന് പറയാവുന്ന ഒരു സാധനം, ഒരു 25 വർഷം എന്നുള്ള രീതിയിലാണ്. അപ്പം അവർക്ക് ജപ്പാന് പറയാനുണ്ടായിരുന്ന 1951 ഏഷ്യൻ ഗെയിംസിൽ വെങ്കലം നേടി, 66 ഏഷ്യൻ ഗെയിംസിൽ വെങ്കലം നേടി, അതുപോലെ തന്നെ 68 മെക്സിക്കോ സിറ്റി ഒളിമ്പിക്സിൽ വെങ്കലം. ഇത് മാത്രമാണ് അവർക്ക് പറയേണ്ടത്. ഇപ്പോൾ പറഞ്ഞ പോലെ ബേസ്ബോൾ, പിന്നെ അവരുടേതായ സുമോ ഗുസ്തി ആയിരുന്നു അവിടെ ഏറ്റവും പ്രചാരം ഉണ്ടായിരുന്ന ഒരു കായിക ഇനങ്ങൾ എന്ന് പറയുന്നത്. ജപ്പാൻ ശരിക്കും ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1992 അവർ ഏഷ്യൻ കപ്പ് ജയിക്കുന്നതാണ്. അപ്പോൾ 1990 ഏഷ്യൻ കപ്പ് ജയിച്ചതിന് ശേഷം 1993 അവരുടെ ലീഗിനെ, ജപ്പാനീസ് ലീഗിനെ ജെ ലീഗ് എന്ന രീതിയിൽ പ്രൊഫഷണൽ ആക്കിയതിന് ശേഷമാണ് ഈ മാറ്റങ്ങൾ, വളരെ വിപ്ലവകരമായ മാറ്റങ്ങളിലാക്കി. പിന്നെ അതോടൊപ്പം തന്നെ അവർ ചെയ്ത വെറുതെ നമ്മൾ ISL കൊണ്ടുപോകുന്ന പോലെ ഒരു ലീഗ് അങ്ങോട്ട് കൊണ്ടുവരില്ല. അവർ ഒരു 100 year വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ദീർഘകാല പദ്ധതി കൊണ്ടുവന്നു. ഒരു ലോങ് ടേം തിങ്കിങ് അവർക്ക് ആ ഒരു രീതിയിൽ കൊണ്ടുവന്നു. അതായത് 100 വർഷം കൊണ്ട് രാജ്യത്ത് 100 ക്ലബ്ബുകൾ കൊണ്ടുവരിക, വേൾഡ് കപ്പ് കളിക്കുക, അതിൻ്റെ ഇടയിൽ വേൾഡ് കപ്പ് നേടുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം അതിനുശേഷം 1998 ആദ്യമായി വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ശേഷം പിന്നീട് എല്ലാ വേൾഡ് കപ്പിനും, ഇതിലുള്ള എല്ലാ വേൾഡ് കപ്പിനും അവർ യോഗ്യത നേടി. 3 തവണ റൗണ്ട് ഓഫ് 16 കളിച്ചു. പിന്നെ അതുപോലെ തന്നെ കോൺഫെഡറേഷൻ കപ്പ് ഫൈനലിസ്റ്റുകളായി. പിന്നെ അതുപോലെ തന്നെ കോപ്പ അമേരിക്കയിൽ ഗസ്റ്റ് നാഷനായിട്ട് പങ്കെടുത്തു. അപ്പം ഫുട്ബോളിനെ എവിടുന്നൊക്കെ ഫുട്ബോളിൽ മുന്നേറാൻ എന്തൊക്കെ പാഠങ്ങൾ കിട്ടുമോ അതിനോടെല്ലാം വളരെ ഓപ്പണായിട്ട് ജപ്പാൻ നിന്നു എന്നുള്ളതാണ്. അപ്പം അത് ഈ കോപ്പ അമേരിക്കയിൽ കളിക്കുമ്പോൾ ഒരു ലാറ്റിൻ അമേരിക്കൻ സ്റ്റൈല് മനസ്സിലാക്കാനും പിന്നെ അതുപോലെ തന്നെ ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളോടും ഒരു ഓപ്പണായിരുന്നു. അപ്പം ഈ 100 വർഷം എന്നുള്ള അവർ ഒരു വിഭാവനം ചെയ്ത പദ്ധതി ഒരു 10-30 വർഷം ആകുമ്പോഴേക്കും ഒരു 10-50 പ്രൊഫഷണൽ ക്ലബ്ബുകൾ അവിടെ വന്നു. ഇപ്പം തന്നെ നമുക്ക് ഈ ലോകകപ്പിൽ ജപ്പാൻ ഫൈനൽ വരെ പോയാലോ ജയിച്ചാലോ അത്ഭുതപ്പെടാനില്ലാത്ത രീതിയിൽ അവരിപ്പം കളി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ.
ഇപ്പോൾ ജപ്പാൻ നമ്മൾ വരുന്ന 100 വർഷത്തെ വിഷൻ, അതായത് 1992 ലീഗ് തുടങ്ങുന്നു. ഞങ്ങളത് 2092, ഞങ്ങൾക്ക് അത്ര വലിയൊരു വർഷം ഉണ്ട്. ആ വർഷം കൊണ്ട് ഞങ്ങൾ ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്തോളാം എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യ മറിച്ച് ഒരു കാലത്ത് ജപ്പാനേക്കാൾ മുകളിൽ ഫുട്ബോളിൽ നിലനിന്നിരുന്ന രാജ്യമായിരുന്നു. നമ്മളെപ്പോഴും ക്രിക്കറ്റിനാണ് പഠിക്കുക, അവിടെ ഫുട്ബോൾ വളരുന്നില്ല എന്നുള്ളത്. പക്ഷേ ബേസിക്കലി ഇതിലപ്പുറത്തേക്ക് സുമോ ഗുസ്തി എന്നുള്ള സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉള്ള ടൂർണമെന്റ്, ബേസ്ബോൾ പോലെ ടൂർണമെന്റ് ഒക്കെ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഒരു മത്സരം അവിടെ ഉണ്ടായിട്ടും അവർ ജപ്പാൻ അവിടെ ഫുട്ബോളിനെ വളർത്തിയെടുത്തു. നേരെ മറിച്ച് ഇന്ത്യക്കാർ വളർച്ച ബേക്കോട്ടേക്കായിരുന്നു, അല്ലെങ്കിൽ താഴത്തോട്ടേക്കായിരുന്നു. എന്താണ് ബേസിക്കലി ആ ഒരു വ്യത്യാസം, ഈ രണ്ട് രാജ്യങ്ങളുടെയും ഫുട്ബോൾ അപ്രോച്ചിലൊരു വ്യത്യാസം എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജെ ലീഗ്, ശരിക്കും അവർ ജെ ലീഗ് നടത്തി, നമ്മൾ ISL നടത്തി, നമ്മളൊരു വെറും ടൂർണമെൻറ്റ്, ഒരു ഫ്രാഞ്ചൈസി ലീഗ് കൊമേഴ്ഷ്യലൈസ് ചെയ്തൊരു ഫുട്ബോൾ നടത്തി. അപ്പോൾ അവർ ജെ ലീഗ് നടത്തുമ്പോൾ ബേസിക്കലി അവർ അവിടെ കൊണ്ടുവന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ജെ ലീഗ് ഒരു ലോഞ്ച് പാഡ് മാത്രമാണ്. ജപ്പാനിലെ പ്ലേയേഴ്സിനില്ല, നിങ്ങൾ ഇവിടെ കളിച്ച് ഇവിടെ വിരമിക്കേണ്ടവരല്ല, നിങ്ങൾ പുറത്തേക്ക് പോകണം. അതായത് പ്ലെയർ എക്സ്പോർട്ട് എന്നുള്ളൊരു സംഭവത്തിൽ അവർ ജെ ലീഗ് തുടങ്ങും. സ്വന്തമായ ഒരു ലീഗ് ഉണ്ടായപ്പോഴും നിങ്ങൾ ഇവിടെ നിൽക്കരുത്, നിങ്ങൾ യൂറോപ്പിൽ പോയി കളിക്കണം എന്നുള്ള രീതിയിലൊരു മെസ്സേജും ഒരു സിസ്റ്റവും ഒരു ചാനലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഇഷ്ടം പോലെ ജപ്പാൻ പ്ലേയേഴ്സ്, ഹിതോതോഷി നഗാത്തെ പോലുള്ള, അതുപോലെ തന്നെ ഷിഞ്ചി കഗാവ, കെയ്സുഗെ ഹോണ്ടെ, ഇപ്പോൾ നമ്മൾ കാണുന്നു അതുപോലെ തന്നെ തക്കഫിസ കുബോ, ഇവരൊക്കെ യൂറോപ്പിൽ പോയി കളിച്ചു. ആ സമയത്ത് അങ്ങനെ ഒരു പ്ലെയർ എക്സ്പോർട്ട് ശരിക്കും അവർ വർക്ക് ചെയ്തു. അപ്പം ബേസിക്കലി എന്താ വെച്ചാൽ, നാട്ടിൽ ഫുട്ബോൾ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പ്ലെയേഴ്സ് അത് ക്ലബ്ബുകളിൽ പോയി ഒരു യൂറോപ്യൻ ഒരു ഫുട്ബോൾ എക്കോസിസ്റ്റത്തിൽ വളർന്നു. അവർ തിരിച്ചു വരുമ്പോൾ ഒരു ടീമിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ടാക്ടിക്കൽ ഇൻ്റലിജൻസ്, അത് ജപ്പാൻ നാട്ടിൽ അത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പ്ലേയേഴ്സ് അവിടെ പോയി കൊണ്ടുവന്നില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇവർ രണ്ടാമത് ചെയ്തൊരു കോച്ചിങ് ഇമ്പോർട്ടും ചെയ്തു, കോച്ചസിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. അതായത് നമുക്കറിയാം, പിന്നെ ജപ്പാൻ കുറേ വർഷങ്ങളായിട്ട് ജപ്പാൻ ദേശീയ ടീമിൻ്റെ കോച്ച് അവർ നാട്ടുകാരായിരുന്നു. പിന്നെ ജെ ലീഗ് വന്നതിന് ശേഷമാണ് യൂറോപ്യൻ കോച്ചസ് അവർ അതിനുശേഷം അവർക്ക് 8 വിദേശ പരിശീലകർ ഉണ്ടായിട്ടുണ്ട് ജപ്പാൻ ദേശീയ ടീമിന്. അത് 8ഉം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നായിരുന്നു. ഹാൻസ് സോഫ്റ്റ് നെതർലാൻഡ്സിൽ നിന്ന്, പിന്നെ ഫിലിപ്പെ ട്രൗസിയെ ഫ്രാൻസിൽ നിന്ന്, അതുപോലെ തന്നെ സീക്കോ ബ്രസീലിൽ നിന്ന്, ഹവിയർ അഗ്യൂറോ മെക്സിക്കോ. അപ്പം ആ രീതിയിൽ ഫോറിൻ കോച്ചസ്, അപ്പോൾ ഈ ഫോറിൻ കോച്ചസ് വന്നപ്പം ബേസിക്കലി ഒരു ഫോറിൻ കോച്ച് നമ്മൾ സീക്കോയെ കൊണ്ടുവന്ന പോലെ അല്ല അവർ കൊണ്ടുവന്നേ. അവർ ആ കോച്ചസിൻ്റെ ഒരു ഫിലോസഫി കൂടിയാണ് സ്വീകരിച്ചത്. ആ ഫിലോസഫി കൂടി ഞങ്ങളുടെ ജെ ലീഗിലേക്ക് കൊണ്ടുവന്ന് ആ ഫിലോസഫിയെ സാംശീകരിച്ചിട്ട് ആ രീതിയിൽ ഫുട്ബോളിനെ വളർത്തി. അപ്പോൾ ഈ 2 കാര്യങ്ങളും ശരിക്കും അവർ ചെയ്തു. പിന്നെ എനിക്ക് തോന്നിയൊരു ഈ 100 ഇയർ വിഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു അപ്രോച്ച് അതിൽ വ്യക്തമാണ്. നമ്മളെപ്പോഴും ഷോർട്ട് ടൈമായിട്ട് തിങ്ക് ചെയ്യും. നമ്മൾ ഈ 2036 നമുക്ക് ഒളിമ്പിക്സ് കളിക്കണം, അല്ലെങ്കിൽ ലോകകപ്പ് കളിക്കണം, ഈ രീതിയിലാണ് നമ്മളെ ചിന്ത. എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യില്ല. അപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത് 2023 സിനിമ ഇറങ്ങിയായിരുന്നല്ലോ, പെർഫെക്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അപ്പോൾ അതിലൊരു അവിടെയുള്ളൊരു ഹിരയാം എന്നൊരു കേന്ദ്ര കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ ടോക്കിയോയിലെ പബ്ലിക് ടോയ്ലറ്റ് ക്ലീനറാണ്. പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്ന ഒരു നിഷ്ഠ, ആ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഇത് നമുക്ക് കാണാം. ഒരു ആർട്ടിസ്റ്റ് ഒരു ചിത്രം വരക്കുന്ന പോലെയാണ് അദ്ദേഹം ടോയ്ലറ്റ് ആ സിനിമയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഒരു മടുപ്പില്ലാതെ ഒരു ഇതുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പെർഫെക്റ്റ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും പെർഫെക്റ്റ് ഡേ എന്നുള്ള രീതിയിൽ പുസ്തകം വായിക്കുന്നു, ഒരേപോലെ റിപ്പിറ്റേറ്റീവ്. അപ്പോൾ ജപ്പാൻ ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പിറ്റേറ്റീവായിട്ട് വിരസതയില്ലാതെ ആവർത്തന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ജപ്പാൻകാർക്ക് ഒരു മടിയില്ല. കാരണം അതിൽ അവർ മാസ്റ്റർ ആവുക, ആ ഒരു ആർട്ടിനെ ഫൈൻ ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. അതുകൊണ്ടാണ് ജപ്പാൻ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിൽ ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കലി ഇതായിട്ടുള്ള ടീമായി മാറിയത്. ഇപ്പോൾ ഈ 8 വിദേശ പരിശീലനം ഞാൻ മനസ്സിലാക്കിയത് 8 കൾച്ചറാണ്, 8 രാജ്യങ്ങൾ, 8 കൾച്ചർ. ഇത് പഠിക്കുക എന്നുള്ളത് ഇവർക്ക് ഈ പഠിത്തം അല്ലെങ്കിൽ ഇതിന്ന് ലേൺ ചെയ്യുക എന്നുള്ളത് നമ്മൾ പലർക്കും മടിയുള്ളൊരു കാര്യമാണ്. ഒരു പുതിയ കാര്യം പഠിക്കുക, പുതിയ കാര്യത്തിൽ അഡാപ്റ്റ് ചെയ്യുക. ഈ ജപ്പാൻ 8 പരിശീലകരെ കൊണ്ടുവന്നത് ബേസിക്കലി എനിക്ക് തോന്നുന്നത് 8 കൾച്ചർ, 8 സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ, ഇത് പഠിക്കുക. ഇത് ഒപ്പണൻസിൻ്റെ അടുത്ത് വരുമ്പോൾ ഒപ്പണൻസിനെ അറിഞ്ഞ് എന്ത് ചെയ്യുക, കളമൊരുക്കുക എന്നുള്ളത്. ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരം തന്നെ എടുത്ത് നോക്കാം. ഒന്ന് തുനീഷ്യയോട് കളിക്കുമ്പോൾ ഒരു ഫുള്ളി അറ്റാക്കിങ് സൈഡിൽ, അല്ലെങ്കിൽ ഫുള്ളി ഒരു ഭയങ്കര സ്പീഡി ഗോളുകൾ അടിക്കണമെന്ന് ഉറച്ച് കളിക്കും. നെതർലാൻഡ്സിനെതിരെ അവർക്കറിയാം നെതർലാൻഡ്സ് ഏത് തരത്തിലായിരിക്കും അറ്റാക്ക് ചെയ്യുക, നെതർലാൻഡ്സിൻ്റെ പുഷിങ് എങ്ങനെയായിരിക്കും, നെതർലാൻഡ്സ് ഏത് വിങ് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഡിഫെൻസീവ് ഓറിയൻറ്റേഷൻ കീപ്പ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ, അവരുടെ ഫുട്ബോൾ നോക്കി നമുക്ക് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം അവർക്കൊരു അഗ്രഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു യൂറോപ്യൻ അഗ്രഷൻ ഉണ്ട്, ഏഷ്യൻ ഡിഫെൻസ് ഉണ്ട്, ആഫ്രിക്കൻ ഒരു മസ്കുലാനിറ്റി, എല്ലാം ഒത്തിണങ്ങിയ ഒരു ബ്ലെൻഡാണ്. അതെനിക്ക് തോന്നുന്നു ഈ 8 രാജ്യങ്ങളും അല്ലെങ്കിൽ മാറി മാറി വന്ന പരിശീലകർ കൂടി കൊണ്ടുവന്നൊരു സിസ്റ്റം ആയിരിക്കും തോന്നുന്നു. അതെ. പിന്നെ ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ ഫ്ലേവറും ഉണ്ട്.
അതും ശരിയാ. പിന്നെ ഇപ്പോൾ ഏഷ്യയിലെ ബ്രസീൽ എന്നാണല്ലോ ശരിക്കും ജപ്പാൻ അറിയപ്പെടുന്നത്. പിന്നെ ഈ ജെ ലീഗിൽ ഇപ്പം ഇതിപ്പോൾ ടീമിൻ്റെ ദേശീയ ടീമിൻ്റെ പരിശീലകരെ ജെ ലീഗിലേക്കും അവർ നല്ല പരിശീലകരെ കൊണ്ടുവന്നു. ഇപ്പോൾ ആർസിൻ വെങ്കർ പോലുള്ള, ഫിലിപ്പെ സ്കൊളാരിയെ പോലുള്ള താരങ്ങൾ. അപ്പം ആർസിൻ വെങ്കർ വന്നിട്ട് ആർസിൻ വെങ്കർ പറയുന്നുണ്ട് പിന്നീട് ജപ്പാൻ ലീഗിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും പഠിച്ചു, അതാണ് ഞാൻ പിന്നീട് പ്രീമിയർ ലീഗിൽ അപ്ലൈ ചെയ്തത്. അവരുടെ ഒരു ന്യൂട്രീഷൻ, ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു നിഷ്ഠ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ നമ്മൾ മത്സരങ്ങൾ, ലോകകപ്പിലെ മത്സരങ്ങൾ കാണുമ്പോൾ ഒരു പരസ്യം കാണാം, ഒരു സുഷി ഉണ്ടാക്കിയിട്ട് ഒരു പയ്യൻ അത് കഴിക്കുമ്പോൾ വീണു പോകുന്നത്. അപ്പം ആ സുഷി അവർ ഉണ്ടാക്കുന്നതിൻ്റെ സൂക്ഷ്മതയും കൂടി അതിൽ കാണിക്കുന്നുണ്ട്, അവിടുത്തെ ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് വീണു പോകുമ്പോൾ അവർ ഒരു മുഖത്ത് ഞെട്ടൽ. അപ്പോൾ എല്ലാം അവർ ആ രീതിയിൽ അങ്ങനെ ഒരു പെട്ടെന്ന് റിസൾട്ട് വേണമെന്നില്ല, അവർ ആ ട്രസ്റ്റ് ദി പ്രോസസ്സ് എന്നുള്ളത് ശരിക്കും ഇതാവുന്നുണ്ട്. അതിനുവേണ്ടി എവിടെ നിന്നൊക്കെ എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ എല്ലാത്തിനോടും ഓപ്പണായി നിൽക്കുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു ഓപ്പൺ മൈൻഡ് സെറ്റും പഠിക്കാനുള്ള ഒരു മനസ്സും കൂടിയാണ് അവർക്ക് ഈ രീതിയിലുള്ള മുന്നേറ്റം, ഒരു സ്ഥിരതയാർന്ന മുന്നേറ്റം എന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ സാധ്യമാക്കിയതെന്ന്. ഇവിടെ ഫുട്ബോൾ ഫെഡറേഷനിൽ അപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ജപ്പാന്റെ ഗവൺമെന്റ്, അതെ, പൊതുവിലുള്ള ആളുകൾ, എല്ലാ ഇൻഡിവിജ്വൽസിനും അറിയാം ഇവിടുത്തെ ഫുട്ബോൾ വളർത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവർ ഇറക്കുന്ന മാങ്ക സീരീസുകൾ, അത് കുട്ടികൾക്കുള്ളിൽ ഫുട്ബോൾ എന്നുള്ള വികാരത്തെ നിറയ്ക്കാൻ പറ്റുന്ന സീരീസുകൾ, ഗെയിമുകൾ, പുതിയ പുതിയ ആനിമകൾ ഇറക്കുന്നു. ഇപ്പോൾ ഏറ്റവും രസകരമായിട്ട് സംബന്ധിച്ച് 2018 ബെൽജിയത്തോട് ഇവർ തോറ്റു പുറത്താകുന്നത് ഒരു കൗണ്ടർ അറ്റാക്കിൽ വന്ന ഒരു ഗോൾ, അതും ഇഞ്ചുറി ടൈമിൻ്റെ അവസാന മിനിറ്റിൽ നാസർ സാഡിൽ അടിക്കുന്ന ഒരു ഗോള്. പക്ഷേ ആ ഒരു ഗോള് ആ ഒരു 14 സെക്കൻഡിൽ വന്ന ആ ഒരു കൗണ്ടറാണ്. അതായത് കൊർട്ടോയ്സ് ഒരു അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്നു, ആ ഒരു ബോൾ വരുന്നു, ആ ഒരു ബോൾ വരുന്നത് ഒരു 14 സെക്കൻഡാണ്. ഈ 14 സെക്കൻഡിൽ തങ്ങൾക്ക് എവിടെ പിഴച്ചു എന്നുള്ളത് ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ചിത്രീകരിച്ച്, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ആക്കി മാറ്റി ആ 14 സെക്കൻഡിനെ പഠിക്കുകയാണ് അവർ ചെയ്ത്. അപ്പോൾ 2018 മുതൽക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു 8 വർഷമുണ്ട്. ഈ 8 വർഷക്കാലം കൊണ്ട് ആ 14 സെക്കൻഡിനെ അവർ പഠിച്ച് അതിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ള ഈ ഒരു തിരുത്തൽ മനോഭാവമാണ് ശരിക്കും ബാക്കി എല്ലാ ടീമുകളിൽ നിന്നും ജപ്പാന്റെ ഫുട്ബോളെ വ്യത്യസ്തമാക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അതിനെ ട്രെയിൻ ചെയ്ത് തിരുത്തുക എന്നുള്ളത് ബാക്കി പല ടീമുകളും, നമ്മൾ എപ്പോഴും ബ്ലാക്ക് ഹോഴ്സസ് എന്ന് പറയുന്ന പല ടീമുകളും തോറ്റു മടങ്ങുന്നതിന് കാരണം എപ്പോഴും ഒരേ സ്റ്റൈലാണ് കീപ്പ് ചെയ്യുന്നത്. തങ്ങളുടെ തെറ്റെന്താ മനസ്സിലാക്കി തിരുത്തുന്നില്ല. ജപ്പാൻ ആ കാര്യത്തിൽ ഒരു പടി മുന്നിലല്ല, ഒരു 10 പടി മുന്നിലാന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. ഏഷ്യൻ ടീമുകളെക്കാൾ എത്രയോ മുന്നില്ല ആ കാര്യത്തിൽ. ഇപ്പം അതോടൊപ്പം തന്നെ തിരുത്താനുള്ളൊരു മനോഭാവവും തിരിച്ചടിക്കാനുള്ളൊരു മനോഭാവവും ജപ്പാനുണ്ട്. ഇപ്പം ഞാൻ ഓർക്കുന്നത്, ഞാൻ 2017 അണ്ടർ-17 വേൾഡ് കപ്പ് സമയത്ത് കൊൽക്കത്തയിൽ മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ജപ്പാൻ ഇംഗ്ലണ്ടിനോട് തോറ്റിട്ടാണ് പുറത്തായി. അന്ന് തക്കൈഫുസ കുബോ ടീമിലുണ്ട്. അപ്പോൾ അന്ന് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ കുബോ പറഞ്ഞത്, ഒരു 17 വയസ്സുള്ള ഒരു പയ്യനാന്ന് ആലോചിക്കണം. കുബോ പറഞ്ഞത് ഇതിന് ഞങ്ങൾ പ്രതികാരം ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ഒരു 17 വയസ്സുള്ള ഒരു പയ്യന് പോലും ആ ഒരു ഫയർ, ഒരു വീര്യം, ഇപ്പം ഇത് പഠിക്കാനുള്ളൊരു മനസ്സും അതോടൊപ്പം തന്നെ ഒരു നമ്മൾ ഒരു പോസിറ്റീവ് പ്രതികാരം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു ആ ഒരു രീതിയിലൊരു മൈൻഡ് സെറ്റും, ഒരിക്കലും വീണു പോവില്ല, ഞങ്ങൾ തളരില്ല എന്നുള്ളൊരു മനസ്സുകൂടി ജപ്പാനുണ്ട്. അത് നേരത്തെ പറഞ്ഞാൽ അവർ എല്ലാ തിരിച്ചടികളിൽ നിന്നും കയറി വന്നവരാണ്. അതോടൊപ്പം തന്നെ നിരന്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിനൊക്കെ അവരിങ്ങനെ സ്വയം പരസ്പരം ലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുന്നൊരു ജനതയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എല്ലാവർക്കും അവരത് പരസ്പരമായ എനർജി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കളി കാണുമ്പോൾ ശരിക്കും ബേസിക്കലി നമുക്കും ജപ്പാൻ്റെ ഒരു കളി കണ്ടു കഴിഞ്ഞാൽ നമ്മളും ഒരു എനർജി ഡ്രിങ്ക് കുടിച്ച പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഇവർ നമ്മൾ പറയുക ഒരു 100 വർഷമൊക്കെ എടുത്തിട്ട് ഒരു ടീം ഒരു പ്രൊജക്റ്റ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു അലസത കാണിക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെടും. കാരണം 100 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്താൽ മതി, ഒരു പെട്ടെന്നുള്ള ഗ്രാജുവൽ ഗ്രോത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഈ 100 വർഷത്തെ ഒരു വിഷൻ 100 ഇയേഴ്സ് എന്ന് പറയുന്നത് അവർ വെട്ടിച്ചുരുക്കി വിഷൻ 2050 ആക്കിയിട്ടുണ്ട്. 2050 എന്ന് പറഞ്ഞാൽ ഒരു 42 വർഷം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ 50-ൽ ഞങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ആ ഗ്രോത്താണ്. ഈ 100 വർഷം കൊണ്ട് ആലസ്യമല്ല കാണിക്കുന്നത്. ആ 100 വർഷം എന്നുള്ളത് അവരുടെ ഒരു വിഷൻ മാത്രമാണ്, അതിന്റെ മുമ്പേ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളൊരു റൗണ്ട് ഓഫ് 16-ലേക്കൊക്കെ ജപ്പാൻ ആദ്യത്തെ 2-3 വേൾഡ് കപ്പ് കളിച്ചിട്ടില്ല, പിന്നീടാണ് റൗണ്ട് ഓഫ് 16 കളിക്കുന്നത്. ഇപ്പോൾ റൗണ്ട് ഓഫ് 16 ജപ്പാൻ അല്ലെങ്കിൽ കൺഫേംഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സേഫ് സോണിലാണ് പലപ്പോഴും ഇരിക്കുന്നത്. ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ജപ്പാന്റെ ഒരു പ്രകടനം, മത്സരങ്ങൾ, ഇപ്പം നെതർലാൻഡ്സുമായിട്ടുള്ള മത്സരം കഴിഞ്ഞു, തുനീഷ്യയുമായി കഴിഞ്ഞു, സ്വീഡനായിട്ട് വരാള്, ഈ ഒരു വേൾഡ് കപ്പിലെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വേൾഡ് കപ്പിൽ ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ടീം ജപ്പാനായിരുന്നു. നമുക്ക് മത്സരം കാണാൻ ഒരു നിമിഷം പോലും നമ്മളെ ബോറടിപ്പിക്കാത്തൊരു മത്സരം. ഇപ്പം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറും ഓട്ടം അതുമാത്രമൊന്നും അല്ല. അപ്പം ഈ നെതർലാൻഡ്സിനെതിരെ അവർ കളിച്ചത് ശരിക്കും പറഞ്ഞാൽ നെതർലാൻഡ്സ് ഡിഫെൻസീവ്ലി നല്ല സ്ട്രോങ് ആയ ടീമാണ്, വിർജിൽ വാൻ ഡൈക്കിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള ടീമാണല്ലോ. അപ്പം പക്ഷേ ആ നെതർലാൻഡ്സിന് പറ്റിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അവരൊരു ട്രാൻസിഷൻ കുറച്ച് സ്ലോ ആയിരുന്നു. അറ്റാക്കിൽ നിന്ന് ബോൾ നഷ്ടപ്പെടുമ്പോൾ പെട്ടെന്ന് ഡിഫെൻസിലേക്ക് വരാനുള്ള ട്രാൻസിഷൻ സമയം കുറവായിരുന്നു. അത് ശരിക്കും ജപ്പാൻ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. ജപ്പാൻ തങ്ങളുടെ പേസ് കൊണ്ട് യൂട്ടിലൈസ് ചെയ്തു.
ആ രീതിയിൽ ഇപ്പം ടുണീഷ്യ പോലൊരു ടീമിനെ കിട്ടിയപ്പോൾ ജപ്പാൻ ഒരു എതിരാളികളെ അല്ല ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ നോക്കുമ്പോൾ ജപ്പാൻ്റെ പേസിനോട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ ആ രീതിയിൽ ഇനിയിപ്പം സ്വീഡനോടാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെടും. ഇനി വരാൻ പോകുന്നൊരു നമ്മൾ കാത്തിരിക്കുന്നൊരു മത്സരം ഇങ്ങനെയാണെങ്കിൽ ബ്രസീൽ മത്സരം റൗണ്ട് ഓഫ് 32 വരുമ്പം അത് ശരിക്കും പറഞ്ഞാൽ ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും നല്ല നമുക്ക് 90 മിനിറ്റും കണ്ടിരിക്കാവുന്ന എന്റർടൈൻമെന്റ് ഉള്ളൊരു മത്സരമായിരിക്കും. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റേറ്റ് നമ്മൾ ബ്രസീലിൻ്റെ 2 മത്സരങ്ങൾ കണ്ടു, ജപ്പാൻ്റെ 2 മത്സരങ്ങൾ കണ്ടു. രണ്ടും 2 ടൈപ്പ് ഓഫ് ഫുട്ബോളാണ്, 2 ടൈപ്പ് ഓഫ് അപ്രോച്ചിനെ. ആ ഒരു 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ ആർക്കാണ് ബേസിക്കലി ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇപ്പം നമ്മുടെ ഒരു പൊതുധാരണയൊക്കെ തിരുത്തി കുറിച്ച് നമുക്ക് ജപ്പാൻ അഡ്വാൻറ്റേജ് എന്ന് വരെ പറയേണ്ടി വരും. പിന്നെ ബ്രസീലിൻ്റെ വെച്ചാൽ ബ്രസീലിൻ്റെ കളി ഇപ്പം അത്ര ഫാസ്റ്റ് അല്ല. നമ്മളിപ്പം മിഡ്ഫീൽഡ് ഒരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത് ഇതാണ്. ഇൻഡിവിജ്വലി പക്ഷേ ബ്രസീലിന് ഇപ്പോൾ വിനീഷ്യസിനെ പോലെ ഒരു കളിക്കാരനുണ്ട്. ജപ്പാന് ചിലപ്പോൾ അതുപോലെ പറയാൻ പറ്റിയ ആൾക്കാരുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ പേസിലാണെങ്കിൽ ജപ്പാൻ ബ്രസീലിനെ ജയിക്കും തന്നെ പറയാവുന്ന ഇതാണ്. അപ്പോൾ ജപ്പാൻ എന്നൊരു ടീമിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ജപ്പാനിൽ ഒരുപാട് താരങ്ങൾ, ജപ്പാൻ നാഷണൽ ടീമിൽ ഒരുപാട് താരങ്ങൾ മുമ്പ് പുറത്ത് ലീഗുകളിൽ പോയി കളിച്ചിരുന്നു. ഇപ്പോൾ കഗാവെ പോലുള്ള ആളുകൾ, നക്കമുറയെ പോലുള്ള ഒരുപാട് പേരുകളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു നാഷണൽ ടീമിലെ ഈ ഒരു പേസിന് കാരണം ഒരുപാട് താരങ്ങൾ പുറത്ത് കളിക്കുന്നതാണോ, അല്ലെങ്കിൽ ആ ഒരു ജെ ലീഗിൻ്റെ ഉള്ളിൽ ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ആയതാണോ? ജെ ലീഗിൻ്റെ ഉള്ള സിസ്റ്റം അവർ ടാലൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ടാലൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ ഫുട്ബോൾ ഫിലോസഫി പരിചയപ്പെടൽ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ ടീം എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും ഒരു യൂറോപ്യൻ ടീമാണ്. കാരണം ജപ്പാൻ ടീമിൽ 3 പേരാ പിന്നെ ജപ്പാൻ ജെ ലീഗിൽ കളിക്കുന്നവരുള്ളൂ. 5 പേര് നെതർലാൻഡ്സ് കളിക്കുന്നവർ, അതുപോലെ തന്നെ 5 പേര് ജർമ്മനി കളിക്കുന്നവർ, 3 പേര് നെതർലാൻഡ്സ് കളിക്കുന്നവർ, ബാക്കിയെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിൽ കളിക്കുന്നവരാണ്. ഏഷ്യൻ ലീഗുകളിൽ പോലും ഇല്ല. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡാണെന്ന് തിരിച്ചറിഞ്ഞ് ആദ്യം തന്നെ ജെ ലീഗ് തുടങ്ങിയ സമയത്ത് തന്നെ ആ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. അതിൽ കൃത്യമായ കളിക്കാരെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് ആ രീതിയിൽ ഒരു ദേശീയ ടീമിന് വേണ്ടത് എന്താണോ, നമ്മളൊരു വേൾഡ് ലെവലിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ജെ ലീഗിൽ കളിച്ച് നമ്മുടേതായ ഒരു ടീമുകളുമായി മത്സരിച്ച് നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ജപ്പാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഇപ്പോഴാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ആ ടീം ഇപ്പോഴാണ് ഫുൾ സെറ്റായി വന്നിരിക്കുന്നത്. അതായത് നല്ല വിദേശ കോച്ചുമാരെ ഇങ്ങോട്ടേക്ക് ഇറക്കുന്നു, താരങ്ങളെ വിദേശ ലീഗിലേക്ക് പറഞ്ഞേക്കുന്നു. ഗ്രാസ് റൂട്ടും അവരുടെ ടോപ്പ് മോസ്റ്റ് ടീമും രണ്ടും ഒരേ സമയത്ത് അവർ തേച്ച് മിനിക്ക് നന്നാക്കി എടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ബേസിക്കലി ജപ്പാൻ എന്നൊരു ടീമിന്റെ ഒരു വിജയമായിട്ട് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ജപ്പാന്റെ ഇപ്പം പറഞ്ഞ പോലെ ജപ്പാന്റെ കളി എന്ന് പറയുന്നത് നമുക്കൊരു ഏഷ്യൻ സ്റ്റൈലല്ല, യൂറോപ്യൻ സ്റ്റൈലല്ല, അത് വേറെ തന്നെ ജപ്പാനീസ് സ്റ്റൈലാന്നേ പറയാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് അതിൻ്റെ ഒരു